നമസ്കാരം. മനുഷ്യൻ പടുത്തുയർത്തിയ അതിരുകൾ കാക്കാൻ സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് പോരാടുന്ന ഒട്ടനവധി ധീര ദേശാഭിമാനികളുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ. എന്നാൽ ആ പട്ടികയിൽ യൂണിഫോം ധരിക്കാത്ത, വാക്കുകൾ കൊണ്ട് വിനിമയം നടത്താത്ത, പക്ഷേ രാജ്യസ്നേഹം സിരകളിൽ പടർന്ന ചില നിശബ്ദ പോരാളികൾ കൂടിയുണ്ട്. ഇന്ത്യൻ സൈന്യത്തിലെ K9 ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ. ഇന്ന് ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യുന്നത് അത്തരമൊരു ധീരനായ പോരാളിയെക്കുറിച്ചാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ 2nd പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ മിന്നും താരം ടൈസൺ. ഇന്ന് രാവിലെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ മഞ്ഞുപുതച്ച മലനിരകളിൽ നടന്ന ആ ഏറ്റുമുട്ടൽ, ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നമ്മുടെ പാരാ കമാൻഡോകൾ ആ പ്രദേശം വളഞ്ഞു. പക്ഷേ ചടുലമായ നീക്കങ്ങൾക്കും കൃത്യമായ ലക്ഷ്യങ്ങൾക്കും സ്പെഷ്യൽ ഫോഴ്സിന് ഒരു സഹായം ആവശ്യമായിരുന്നു. അവിടെയാണ് ടൈസൺ തൻ്റെ ദൗത്യം ഏറ്റെടുത്തത്. ഭീകരവാദികളുടെ ഒളിത്താവളം ലക്ഷ്യമാക്കി സൈനികർക്ക് മുന്നേറാൻ വഴികാട്ടിയായി ടൈസൺ കുതിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ വെടിവെപ്പിൽ ടൈസന് വെടിയേറ്റു. ശത്രുവിൻ്റെ ബുള്ളറ്റ് അവൻ്റെ ശരീരത്തിൽ തറച്ചിട്ടും ആ വേദനയിലും അവൻ പതറാതെ മുന്നോട്ട് തന്നെ നീങ്ങി. തനിക്ക് പിന്നിലുള്ള തൻ്റെ സൈനിക സുഹൃത്തുക്കളുടെ ജീവൻ സംരക്ഷിക്കാൻ ആ മിണ്ടാപ്രാണി കാണിച്ച ധീരത സമാനതകളില്ലാത്തതാണ്. സൈനിക ഭാഷയിൽ ഇതിനെ വെറുമൊരു മൃഗം എന്നല്ല, ഒരു യോദ്ധാവ് എന്നാണ് വിളിക്കുന്നത്. അതികഠിനമായ പരിശീലനങ്ങളിലൂടെയാണ് ടൈസനെ പോലെയുള്ള നായകൾ കടന്നു പോകുന്നത്. സ്ഫോടക വസ്തുക്കൾ മണത്തറിയാനും ശത്രുക്കളുടെ നീക്കം മുൻകൂട്ടി കാണാനും ജീവൻ പണയപ്പെടുത്തിയും തൻ്റെ കമാൻഡറെ സംരക്ഷിക്കാനും ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ട്. ഒരു വെടിയുണ്ടയേക്കാൾ വേഗത്തിൽ ശത്രുവിൻ്റെ മേൽ ചാടി വീഴാൻ ടൈസൺ കാണിച്ച ആവേശം പോരാട്ടവീര്യത്തിൻ്റെ അടയാളം കൂടിയാണ്. വെടിയേറ്റ ഉടൻ തന്നെ സൈന്യം കാണിച്ച ജാഗ്രതയും എടുത്തു പറയേണ്ടതാണ്. ടൈസനെ ഒരു സാധാരണ മൃഗമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകനായിട്ടാണ് അവർ കണ്ടത്. ഉടൻ തന്നെ ടൈസനെ എയർലിഫ്റ്റ് ചെയ്ത് സൈനിക ആശുപത്രിയിൽ എത്തിച്ചു. അടിയന്തര ചികിത്സകൾക്ക് ശേഷം ടൈസൺ ഇപ്പോൾ സുരക്ഷിതനാണ്. അവൻ്റെ നില തൃപ്തികരമാണ് എന്ന വാർത്ത ഓരോ ഭാരതീയനും ആശ്വാസം നൽകുന്ന ഒന്നാണ്. വാക്കുകൾ കൊണ്ട് പറയാൻ ടൈസന് കഴിയില്ലായിരിക്കും, പക്ഷേ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ആ തിളക്കം നമുക്ക് നൽകുന്ന ഉറപ്പ് ഒന്നാണ്: ഈ രാജ്യം സുരക്ഷിതമാണ്. ടൈസന്റെ പരിക്കുകൾ എത്രയും വേഗം ഭേദമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജയ് ഹിന്ദ്.